പക്ഷേ അസുഖമായി തിരികെ വന്നു. ഡോക്ടേഴ്സ് വിധി എഴുതി വളരെ ഗുരുതരമായ അസുഖം, ബ്രെയിനിലാണ് അസുഖം. കേട്ട പാടെ കേൾക്കാത്ത പാടെ കെട്ടിയാൽ ഉപേക്ഷിച്ചു. എന്നാലോചിച്ചോട്ട് അവസ്ഥ എങ്ങനെയാണ്? ഒരു ഗതിയില്ലാതെ ഗവൺമെൻറ് ആശുപത്രി കിടക്കുക. അപ്പോൾ ഒരു സ്കാൻ ചെയ്യണം, 7,000 രൂപ വേണം. ഒരു സ്കാൻ 7,000 രൂപ. എന്ത് ചെയ്യുന്നറിയാതെ ഒരു എന്ത് ചെയ്യും? അപ്പുറത്തെ കടലിലേക്ക് അടുപ്പിക്കുന്ന നമ്മൾ ചേർത്തോടെ റെഡിയായി നാട്ടുകാരെ വിളിച്ച് 7,000 രൂപ സംഘടിപ്പിച്ച് സ്കാനിലൊക്കെ നടത്തി. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛ ഒന്നിവിടെ വരാം. ഞാൻ ചെറുത്ത ആശുപത്രിയിൽ ഇവരിങ്ങനെ പല ഓപ്പറേഷൻസ് പോലെ ചെയ്യാറുള്ളത് വിളിച്ചതാണ്. ആ സ്വാധീനം അവിടെ ചെന്നു. ഈ പയ്യനെ കണ്ടു, അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവനോട് അപേക്ഷ എഴുതിച്ച് ഒരു പ്രത്യേക ആളെ കൊടുത്തു. ഒപ്പം വേറൊരു ചേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണ്, വീടില്ല, സ്ഥലമില്ല, രോഗമാണ്, ആകെ ഗതികയാണ്. അപ്പോൾ 3 മക്കളാണ്. അതിൽ മറ്റവൻ അവിടെ ഇവിടെ ജോലി ചെയ്ത് ചെറിയ കിട്ടുന്ന ആശുപത്രി വേണം ഇത് നടത്തി കൊടുക്കുക. ഈ പെൺകൊച്ചിന് കിഡ്നിയുടെ പ്രശ്നം വളരെ ഗുരുതരമായ അവസ്ഥയാണ്. ഞാൻ ആ പറഞ്ഞ ജോലി ചേട്ടൻ അന്ന് ഇവനെ കണ്ടു, ഇവരെല്ലാവരെയും വീട്ടിൽ പോയി കണ്ടു, സംസാരിച്ചു. പിന്നെ ആ ചേട്ടൻ നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞവരെ എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മനുഷ്യ സ്നേഹിയായി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് പകരുന്ന സ്നേഹമായിട്ട് മാറുന്നത് എന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പറയുന്നത്. ആ ചേച്ചി മെല്ലെ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ വിളിച്ച് ജോൺ ചേട്ടനോട് പറഞ്ഞു, ജോൺ കുട്ടിച്ചേട്ടൻ വന്നിട്ട് ജോൺ കുട്ടിച്ചേട്ടൻ ഇല്ലാൻ പറ്റില്ല. എന്താ ഇവർക്ക് സ്ഥലം വേണം. എന്നെ വിളിച്ച് അച്ഛാ എങ്ങനെ വന്നാലും കൂടാ ഇവർക്ക് സ്ഥലം വേണം. ഞാൻ നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, 3 സെന്റ് സ്ഥലം ഇവർക്ക് വേണ്ടി ഒരു പയ്യൻ വിൽക്കാനിട്ടിരുന്ന സ്ഥലം അവനും ഈ ചങ്ങലയിൽ കണ്ണിയായി. അവൻ വളരെ കാശ് കുറച്ചു കൊടുത്ത് ഈ 3 സെന്റ് ഇവരുടെ പേരിൽ എഴുതിച്ചു. ഇത് എന്നിട്ട് അയാൾ വേറൊരു കൂട്ടരുമായിട്ട് കണക്ട് ചെയ്തു ഒരു പ്രസ്ഥാനം അവർ വീട് തുറന്നു കൊടുക്കാം എന്നും ഏറ്റു. ഇതിനിടയിൽ ഞാൻ ഏൽപ്പിച്ച ജോലി കുട്ടിച്ചത് മരിച്ചുപോയി. 1.5 വർഷമായിട്ട് ഒരനക്കവുമില്ല. ഈ വീട് പണിയുന്ന അവസ്ഥയില്ല. പിന്നെ ഈ ചേച്ചിയും ഞാൻ കൂടി ഒരു ദിവസം അവരെ കാണാൻ പോയി. പറഞ്ഞ കൂട്ടർ നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്തു കൊടുക്കുക? അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു കോംപ്ലിക്കേറ്റാണ്, അവർ ചെയ്താലും ഭംഗിയാവില്ല. ഒടുവിൽ ഞങ്ങൾ ഒന്നിച്ച് ആ വീട്ടിൽ ചെന്ന് തീരുമാനിച്ചു, ഇവർക്ക് വീട് വച്ച് കൊടുക്കാൻ അങ്ങനെ നമ്മൾ തീരുമാനിച്ചു. ബാക്കി ദൈവം നോക്കിക്കോളും. അങ്ങനെ 1.25 ലക്ഷം രൂപ കണ്ടെത്തി അവിടെ തറ പണിയാനുള്ള കാര്യം നോക്കിയാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വിഷ്ണു അത് വിളിച്ച് ഒരു കത്തോലിക്ക പുരോഹിതനോട് പറയണം, വെച്ചാൽ പ്രാർത്ഥിക്കണം എന്ന് പറയണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഈ പറഞ്ഞ വ്യക്തികളിലൂടെ എല്ലാം അവർക്ക് തൊട്ടനുഭവിക്കാൻ കഴിയുന്ന അമ്മച്ചി എന്നാണ് അവര് ഈ ചേച്ചി വിളിച്ചത്. കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ കാര്യങ്ങളിലും കൂടുതൽ പണമുള്ള വീട്ടിലല്ല കേട്ടോ, വലിയ ജോലിക്കാരി അല്ല കേട്ടോ, ഓരോ തൊഴിലുമില്ല. പക്ഷെ മനസ്സുണ്ട്. എവിടെ നിന്ന് വന്ന മനസ്സ്? ക്രിസ്തു സ്നേഹം. ഈശോയെ സ്നേഹിക്കുന്നതിനാൽ ഈശോയുടെ പാവപ്പെട്ടവരെയും സ്നേഹിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു സ്നേഹത്തിന്റെ ഒരു 3ാമത്തെ വശമാണ്. എന്താണെന്നറിയാമോ? 3ാമത്തെ വശം അത് ഒരു സാമൂഹികമായ വശമാണ്. പലപ്പോഴും ക്രൈസ്തവർക്ക് ഒരു ചിന്തയുണ്ട്, ഞാൻ എൻ്റെ ആസപ്പാടും കൂടി പ്രാർത്ഥനയെ കൂടാശയായിട്ട് ജീവിച്ച് അങ്ങോട്ട് മരിച്ച് സ്വർഗത്തിലെത്തുക എന്നൊരു ചിന്തയുണ്ട്. അത് കത്തോലിക്ക ചിന്തയല്ല, യഥാർത്ഥ ക്രൈസ്തവ ചിന്തയല്ല, അത് ഒറ്റപ്പൂരാടൻ ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, സാമൂഹികമായ ഉത്തരവാദിത്വം
നല്ല സമരിയാക്കാരന്റെ ഉപമ ഈശോ പറഞ്ഞത് വെറുതെയല്ല. ഈ സമൂഹം മുറിവേറ്റ് കിടക്കുമ്പോൾ അവിടെ എണ്ണയും വീഞ്ഞുമായി കടന്നു ചെല്ലാനുള്ള ബാധ്യത എല്ലാ ക്രിസ്തു വിശ്വാസികൾക്കും ഉണ്ട്. എനിക്ക് അത്ഭുതം തോന്നില്ല. മുൻപത്തെ വിഷയങ്ങളുടെ ഒരു വിശ്വാസവുമില്ലാത്ത നിരീശ്വരവാദിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സ്റ്റാലിൻ ദേവൻ സാറാണ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി രാത്രിയും പകലും എഴുന്നേറ്റിരുന്ന് പഠിക്കുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. എന്നിട്ട് ക്രൈസ്തവന് എന്തെങ്കിലും തോന്നാത്തത്? നിന്റെ ക്രിസ്തു സ്നേഹം എവിടെ? നിന്റെ സാമൂഹിക പ്രതിബദ്ധത എവിടെ? ഓരോ ദിനം ചെല്ലുന്തോറും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് പിന്നാക്കം പോകുന്ന ഒരു സമുദായമായി നമ്മൾ മാറിയിട്ടില്ലേ? ഒരുപാട് ചിന്തിച്ചു നോക്കുക. ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് നമ്മൾ പിന്നാക്കം പോകുന്നു എന്നതിന്റെ പച്ചയായ തെളിവാണ് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രതിബദ്ധതയിൽ നിന്ന് പിന്നാക്കം പോകുന്നു എന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിന്റെ സാംസ്കാരിക വളർച്ചയിൽ ഇത്രയേറെ സംഭാവന ചെയ്ത മറ്റൊരു സമുദായമുണ്ടോ? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ക്രൈസ്തവര് എവിടെയൊക്കെ ചെന്നോ അവിടെയൊക്കെ വിദ്യാജ്വാല പടർന്നിട്ടുണ്ട്. അവിടെയൊക്കെ ആരോഗ്യ പരിചരണം ശക്തിപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ സാമൂഹ്യ ക്ഷേമം ബലപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിൽ ആദ്യത്തെ 10 എടുത്താൽ അവയെല്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ക്രൈസ്തവ സന്യാസിമാരിൽ നിന്നാണ്. 11-ാം നൂറ്റാണ്ട് മുതൽ 11-12 നൂറ്റാണ്ട് മുതലുള്ള ക്രൈസ്തവ സഭയുടെ വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓക്സ്ഫോർഡും, ഇന്ന് നമ്മൾ കേൾക്കുന്ന ബൊളോഞ്ഞ യൂണിവേഴ്സിറ്റിയും, ഇന്ന് നമ്മൾ കേൾക്കുന്ന മഹത്തായ പല യൂണിവേഴ്സിറ്റി നാമങ്ങളും. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ, കുടുംബ പ്രാർത്ഥനയിലും പള്ളിയിലെ തിരുനാളുകളിലും കൂദാശകളിലും മാത്രമായി ഫോക്കസ്ഡ് ആകുന്ന ഒരു ക്രൈസ്തവ ജീവിതം അക്രൈസ്തവ ജീവിതമാണ്. തെളിയിച്ചു പറയുക. പ്രാർത്ഥനയിലും കൂദാശകളിലും തിരുനാളുകളിലും, ചുരുക്കി പറഞ്ഞാൽ സ്വന്തം വീട്ടിനകത്തും സ്വന്തം പള്ളി പറമ്പിനകത്തും ഒതുങ്ങുന്ന ജീവിതം അക്രൈസ്തവ ജീവിതം. തെളിയിച്ചു പറയാൻ ആഗ്രഹിക്കുക. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ വ്യക്തവും കൃത്യവുമായ ഇടപെടലുകൾക്കായി മുന്നോട്ട് വരാൻ, അതിനുവേണ്ടി വിയർപ്പൊഴുക്കാൻ, അതിനുവേണ്ടി കഷ്ടപ്പെടാൻ, അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ സന്നദ്ധരാണോ എന്നതാണ് ചോദ്യം. ഇലക്ഷൻ വരുന്നത്. ഈ ഇടപെടൽ എത്ര പേര് ഇവിടുത്തെ നമ്മുടെ വോട്ടിംഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ക്ഷമിക്കണം. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ല. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഞാൻ വരില്ല. എനിക്ക് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക, ക്രിസ്തുവിൽ നിന്ന് അകന്ന ഒരു സമൂഹമാണ്. വേറൊന്നും പറയാം. താൻ കാര്യം മാത്രം നോക്കുന്ന, സ്വാർത്ഥമതികളായ, സ്വന്തം ആത്മാവിൻ്റെ കാര്യം നോക്കി സ്വർഗത്തിലെത്തിയാൽ മതി എന്ന് വിചാരിക്കുന്ന, മുറിവേറ്റവനെ കാണാതെ കടന്നു പോകുന്ന സ്വാർത്ഥമുള്ള ഒരു കൂട്ടർ. നാലാമത്തെ സവിശേഷത ഈശോയെ പ്രഘോഷിക്കും. കാരിത്താസ് ക്രിസ്തി ഊർജ്ജനോസ്. കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. കാരിത്താസ് ക്രിസ്തി ഊർജ്ജനോസ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, അത് സുവിശേഷ പ്രഘോഷമാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നടത്തിയ സുവിശേഷ പ്രഘോഷം. ആ മിഷണറിമാർ, പ്രത്യേകിച്ച് പോർച്ചുഗീസ് മിഷണറിമാർ, ഇവിടെ നമുക്ക് തന്ന വിശ്വാസ വെളിച്ചം യേശു ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ സമഗ്രമായ വികസനം ഇവിടെ ഉണ്ടായി. അതുകൊണ്ട് പ്രേക്ഷിതത്വം അടിസ്ഥാനപരമായി സമഗ്ര വികസനത്തിൻ്റെ അടിത്തറയാണ് എന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ മനസ്സിലേക്ക് ഞാൻ വെച്ച് വരികയാണ്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ 25 മിനിറ്റ് കഴിഞ്ഞ് അവസാനിപ്പിക്കാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹ തീഷ്ണതയാൽ എരിഞ്ഞു. അതുപോലെ എരിഞ്ഞ ഒരു കുടുംബിനെ കുറിച്ചാണ് ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞത്. അതുപോലെ എരിഞ്ഞ ഒരു കുടുംബനാഥനെ കുറിച്ചാണ് കുറച്ചു നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവിൻ്റെ പാവപ്പെട്ടവരെ സ്നേഹിക്കുക, ക്രിസ്തുവിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മാനങ്ങളെ സ്നേഹിക്കുക, ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതത്വത്തെ അഥവാ സുവിശേഷ പ്രഘോഷണത്തെ സ്നേഹിക്കുക. ഈശോ ശിഹായ്ക്ക് സ്തുതി.